എനിക്ക് തോന്നുന്നു ഹർഷ, അതായത് പിന്നെ ഈ റിസൾട്ട് വന്നെന്ന് വൈകിട്ട് ലീഗ് അവരുടെ രാഷ്ട്രീയം കുപ്പായ ഊരുന്ന പോലെ ഊരിയിട്ട് CH സെൻറ്ററിൽ ഒരു റൂമിൽ വെച്ചിരിക്കുകയാണ്. അവരുടെ പൊളിറ്റിക്സ് അവിടെ വെച്ചിരിക്കുകയാണ്. നമ്മളേതായാലും ഭരിക്കാൻ പോകാണ്ട് ഇനി നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ആവശ്യമില്ല. ഈ രാഷ്ട്രീയം എന്താണ്? അത് BJPയുടെ കേന്ദ്ര സർക്കാരിനെ എതിർക്കുക എന്നുള്ളതാണ്. BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഹിന്ദുത്വാനുകൂലമായ നിലപാടുകളെല്ലാം എതിർക്കുക എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം കുപ്പായ ഊരുന്ന പോലെ ഊരിയിട്ട് CH സെൻറ്ററിൽ, കോഴിക്കോട് CH സെൻറ്ററിൽ ഒരു മുറിയിൽ ഭദ്രമായിട്ട് അടച്ചു വെച്ചിട്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, N ഷംസുദ്ദീൻ സാഹിബ്, KM ഷാജി സാഹിബൊക്കെ മന്ത്രിമാരാകാൻ വേണ്ടി പോയത്. ഇപ്പോൾ ഹർഷം പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇവരെ അറിയിക്കാതെ ഇതെല്ലാം ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏതായാലും ഇവരറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിപ്പോൾ PM ശ്രീ ആണെങ്കിലും വഖഫ് ബോർഡ് വിഷയമാണെങ്കിലും ഇവരുടെ നിലപാട്, രാഷ്ട്രീയ നിലപാട് ഇവർ അട്ടത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പോയി നല്ല കുപ്പായിട്ട് സത്യപ്രതിജ്ഞയും ചെയ്തിട്ട് അവർ ഭരിക്കാനങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് ഇവിടെ വന്നിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറ്റിക്കായിരുന്നു ഇവർ എന്ന് വ്യക്തമായില്ലേ? ആരെ? നമ്മളെ പൊതുസമൂഹത്തെ മാത്രമല്ല, അവരുടെ പാർട്ടിക്കാരെ തന്നെയും പറ്റിക്കായിരുന്നില്ലേ? അതായത് വഖഫ് ബോർഡ് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അന്തം വിട്ടു ആളുകൾ. രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന, ലീഗിൻ്റെ രാഷ്ട്രീയം വളരെ സാഹൂര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ അന്തം വിട്ടു. അയ്യോ, ഇതിപ്പോൾ പിന്നെ വഖഫ് നിയമ ഭേദഗതിയിൽ 14-ാമത്തെ സെക്ഷൻ ഈ പറയുന്ന വഖഫിൻ്റെ ബോർഡിനകത്ത് ഇതര മതക്കാരെയും കൂടെ ഉൾക്കൊള്ളിക്കണം എന്നതാണ്. വഖഫ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിശ്വാസികളുടേത് മാത്രമായൊരു കാര്യമാണ്. അതിനകത്ത് മുസ്ലിമേതര വിശ്വാസികൾ വരേണ്ടുന്ന ഒരു കാര്യവുമില്ല, സാഹചര്യവുമില്ല എന്ന ശരിയായ നിലപാട്, ഭരണഘടനാപരമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഭേദഗതിക്കെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, എതിർഭാഗത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നോട്ട് വെച്ചു. അതിൽ കോൺഗ്രസുണ്ട്, ലീഗുണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, എല്ലാ പാർട്ടികളുണ്ട്. CPM-ഉം CPI-യും ഭരിക്കുന്ന ആ സർക്കാർ അക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് നിലപാടെടുത്തു. കോടതിയിൽ പോയിട്ട് പറഞ്ഞു, പ്രമേയം വേണമെങ്കിൽ അതും പറഞ്ഞു. എല്ലാം വെച്ച് അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവരിതാ ഹിന്ദുത്വാനുകൂലികളാണ് ഈ CPM-ഉം CPI-യും എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് അധികാരത്തിൽ വന്ന ഈ ലീഗ് ലീഗ് മാത്രമല്ല കോൺഗ്രസ് ഈ പറയുന്ന പരിപാടി ഞാൻ ഈ പറഞ്ഞ പോലെ അവരവരുടെ ഓഫീസുകളിൽ അലക്കി ആറിയിട്ടിട്ട് അവർ ഇതും എടുത്തങ്ങ് പോയി. അപ്പം നാട്ടുകാർ അന്തം വിടുകയാണ്. നാട്ടുകാരല്ല, ലീഗുകാർ അന്തം വിടുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഹൈക്കോടതിയിലായപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞതെന്ന് PMA സലാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ തിരുത്തിക്കൊള്ളും. സുപ്രീം കോടതിയിൽ പച്ച വെളിച്ചം പോലെയല്ലേ, പച്ചവെള്ളം പോലെയല്ലേ ഇപ്പോൾ നമ്മൾ തെളിഞ്ഞത്. രാജീവ് ആ ബൈറ്റ് എടുത്ത് പുറത്തിട്ടോട് കൂടിയിട്ട് അവിടെ കോടതിയിൽ വക്കീൽ പറയുന്നത് ഇങ്ങനെയാണ്. ഹൈക്കോടതിയിൽ ഇങ്ങനെയൊരു വിഷയമുണ്ടായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അതല്ല തിരിച്ചായിരുന്നു നിലപാടെങ്കിൽ അവിടേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വക്കീലിനോട് പറയില്ലേ, വക്കീലെ ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ് കേട്ടോ, ഇത് വേണം അവിടെ ചെന്ന് പറയാനെന്ന്. അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, വക്കീലെ നിങ്ങൾ ഇതാണ് പറയേണ്ടതെന്ന് പറഞ്ഞാലല്ലേ സർക്കാരിന് വേണ്ടിയിട്ട് അവിടെ ഈ നിലപാടെടുക്കുക. അപ്പോൾ രാഷ്ട്രീയം ബാക്കിൽ വെച്ചിട്ട് ഇവരുടെ പരിപാടിയായിട്ട് പോവുകയാണ്. എനിക്കതിനുള്ള തെളിവ് വേറൊന്നും കൂടിയുണ്ട്. അതായത് ആരാണെന്നറിയില്ല, ഏതോ ഒരു മുസ്ലിം ലീഗ് അനുകൂലിയായിട്ടുള്ള ഒരാൾ ഈ സംഭവം കഴിഞ്ഞ ഉടനെ ഫേസ്ബുക്കിൽ എവിടെയോ പിന്നെ ഒരു ലീഗ് പ്രവർത്തകനോ മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതായത് വഖഫ് ബോർഡിലെ ഇന്നലത്തെ വിഷയം ഉണ്ടായപ്പോൾ വഖഫ് ബോർഡിലെ ആദ്യം തന്നെ ജയന്തി രാജൻ്റെ ഫോട്ടോ ഇട്ട്, ഞാൻ കഴിഞ്ഞ ജയന്തി രാജൻ്റെ ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞു, ഇതാ വഖഫ് ബോർഡിലെ ആദ്യ മുസ്ലിമേതര അംഗം ജയന്തി രാജനായിരിക്കുമെന്ന് പ്രവചിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നു എന്ന് വെച്ചാൽ അത് വസ്തുതാപരമായിട്ട് ഇവരുടെ നിലപാടാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടു. ഒരു ലീഗ് അനുകൂലിയായ മാധ്യമപ്രവർത്തകനാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഓർമ്മ ഏതോ ഒരു ലീഗ് പ്രവർത്തനം മറ്റാണ്. എന്തായാലും ഫോട്ടോ എനിക്ക് കണ്ട ഓർമ്മയുണ്ട്. അപ്പോൾ അതായത് അവർ സ്വീകരിച്ചു, ചില ആളുകളെങ്കിലും അതിന് ഉടനടി സ്വീകരിച്ചു. കാരണം ശരി, കേന്ദ്ര സർക്കാർ നിലപാട് വന്നു, മുസ്ലിമേതരം വന്നു, അപ്പോൾ രാഷ്ട്രീയം അങ്ങ് മാറ്റി വെച്ചിട്ട് നേരെ ഞങ്ങൾക്ക് ആളുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്ക് ദുർബലമായ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പാർട്ടിയാകെ തന്നെയും വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് അറിയിക്കാതെ ചെയ്യുന്നതായിരിക്കാൻ സാധ്യതയില്ല. കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ല ഇവരെ അറിയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇപ്പോൾ പിന്നെ എല്ലാ കാലത്തും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത, മുഖ്യമന്ത്രി അവരാരാണോ അവരുടെ ഏറ്റവും അടുത്ത ഒരാളായിരിക്കും. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് BD സതീശൻ ചെന്ന് വിടുന്ന കുഴപ്പങ്ങളെന്നല്ല അദ്ദേഹത്തെ രക്ഷിക്കുന്ന ഒരു മിശിഹയാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് സുഹൃത്താണ്. ഇത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവരറിയാതെയായിരിക്കുമോ? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറിയിക്കാതെയായിരിക്കുമോ VD സതീശൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത് അവർ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരും. ഇനിയിപ്പോൾ 5 കൊല്ലത്തേക്ക് രാഷ്ട്രീയം, ഇപ്പോൾ ലീഗിൻ്റെ രാഷ്ട്രീയം CH സെൻറ്ററിലെ ഒരു മുറിക്കകത്ത് നിന്നിട്ട് ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകുമെന്ന് കരയാണ്. ഞങ്ങളും കൂടെ നിങ്ങളുടെ കൂടെ വരേണ്ടതാണ് എന്ന് പറഞ്ഞ് കരയാണ്. ലീഗിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയം, അത് ലീഗിനെ അപകടം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ. അപകടം പക്ഷേ അവർ വിചാരിക്കുന്നത് അത് 5-ാമത്തെ കൊല്ലം നോക്കിയാൽ പോരെ ഹർഷ, അപകടം ചെയ്യുമല്ലോ. അന്നത്തെ രാഷ്ട്രീയം എടുത്ത് കുപ്പായ എടുത്തിട്ടാൽ പോരെ. പക്ഷേ ഇതിൽ ഇപ്പോൾ തൽക്കാലം ഈ PMA സലാം ഉദ്ദേശിക്കുന്നത് ചന്ദ്രികയിലേക്ക് ഈ ശ്രദ്ധയെല്ലാം വന്നോളും. ചന്ദ്രികയിലെ ലേഖനത്തിലൂടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയെ നമുക്ക് മറികടക്കാം എന്നാണ് അദ്ദേഹം കരുതുന്നത്. എങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇതിന് വേറെ തെളിവുകൾ പല വഴിക്ക് ഇങ്ങനെ വരും എന്ന് ഇന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ.
ഇവർ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, അതായത് ഈ ഒരു രാഷ്ട്രീയ പരിചയവുമില്ലാത്ത വളരെ ചെറുപ്പക്കാരായുള്ള 10-20 വയസ്സുള്ള കുട്ടികൾ അവിടെ അവരുടെ ഒരു നിലപാടിൻ്റെ പേരിൽ തല്ലുകൊള്ളുകയാണ്, ചോര ചിന്തുകയാണ്, ഇത് അവരവരുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ. അപ്പോഴാണ് ഇവർ പൂർവ്വസൂരികൾ ഇങ്ങനെ കൈമാറി കിട്ടിയിട്ട് ശക്തമായി കിട്ടിയിട്ട് ഉള്ള ഒരു പാർട്ടി അതിൻ്റെ ഈ രാഷ്ട്രീയത്തെ കൊണ്ടുപോയിട്ട് അട്ടത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ രാഷ്ട്രീയ നേതാക്കളെ ഓർത്താക്കൊള്ളാം. അതും വെറും അധികാരത്തിന് വേണ്ടിയിട്ട്. വെറും അധികാരം എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായില്ല, പക്ഷേ എന്നാൽ അധികാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഡീപ്പായിട്ടുള്ള ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പൊളിറ്റിക്സിനെ എടുത്തിട്ട് കരക്ക് വെച്ചിട്ടാണ് അവർ ഇങ്ങനെ ടൂർ നടത്തി പോകുന്നത് എന്നുള്ള കാര്യം അവരുടെ അണികൾ തന്നെയും കാണുന്നുണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.